ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 600 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ചെറിയ ഉള്ളിയാണ്, അത് കുറച്ച് കൂടുതലായിട്ട് വേണം. അപ്പോൾ 40 പീസോളം എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ്, ഒരു 1/2 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇഞ്ചി ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ കാശ്മീരി ചില്ലി ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി ആയത് കാരണത്തിന് ഒരു കളറും കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് വേറെ മസാലകളൊന്നും നമ്മൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മൺചട്ടിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ബീഫ് ആയത് കാരണം തന്നെ പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതൊരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ബീഫെല്ലാം ഞാൻ ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ബീഫ് വേവുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ദാ ഒരു 8 വിസിലായിട്ടുണ്ട്. ഇപ്പോൾ ദാ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. ഇപ്പോൾ ദാ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. ഇനി ഇത് ഞാനൊരു ചട്ടിയിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ മൺചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഉള്ളി മുളക് ബീഫാണിത്. അപ്പോൾ ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ബീഫിന് കിട്ടുന്നത്. അപ്പോൾ അതാ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ബീഫിന് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പൊറാട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.